ഒരിക്കലും കുട്ടനാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കുട്ടനാട് വന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് ഇതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് പോകുന്ന നന്നായിരിക്കും. കാരണം ഈ സമയത്ത് വന്നാൽ നെല്ല് മൊത്തമായിട്ട് കിളുത്തി നിൽക്കുന്നത് നല്ല പച്ചപ്പായതുമായ നല്ല പ്രകൃതി ഭംഗി നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഓണക്കിറ്റ് വിതരണമൊക്കെ നേരത്തെ തുടങ്ങി. അരി, ചാക്ക്, സവാള അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളത്. ഞാനിന്ന് കൺമണിയുടെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ അച്ഛൻ്റെ മോട്ടോർ തറയുണ്ട്, അങ്ങോട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴത്തേക്കും, അതായത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച ഞാൻ വന്നപ്പോഴത്തേക്കും ഇവിടെയൊക്കെ വെള്ളം പൊങ്ങി കിടക്കുമായിരുന്നു. ബാക്കിൽ കാണുന്ന ഈ കണ്ടമൊക്കെ ഫുള്ള് വെള്ളക്കെട്ടിലായിരുന്നു. നെല്ലൊക്കെ നശിച്ചു പോയേക്കണുണ്ടോ? നെല്ലൊക്കെ ആകെ വാടി നശിച്ചു പോയെന്ന് എനിക്ക് തോന്നുന്നു. നശിച്ചു പോയി ഏറെക്കുറെ ഇവിടെയൊക്കെ വിതച്ചിരുന്നതാണ്. അതൊക്കെ വെള്ളം കയറി ആകെ അലമ്പായിട്ട് കിടക്കുവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഈ വഴിയൊക്കെ ഫുള്ള് ചെളിയായിരുന്നു. അന്ന് എനിക്ക് പോകാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായില്ല. ഞാൻ ആ പകുതി വരെ വന്നിട്ട് തിരിച്ചു പോയി. ഈ ഭാഗത്ത് ഏകദേശം ഈ കാണുന്ന അവിടം വരെ വെള്ളമായിരുന്നു. നമ്മളിപ്പോൾ നടന്നു പോയിരിക്കുന്ന പരമ്പൊക്കെ വെള്ളത്തിലും ചെളിയിലും കുതിർന്ന് കിടക്കുകയായിരുന്നു. അപ്പം ഞാൻ ഇന്ന് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു അവിടെ വഴിയൊക്കെ റെഡി ആയിട്ടുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോയാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ നട്ടുച്ച വെയിലത്ത് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന വീടുണ്ടല്ലോ, ഈ ഷെഡ് ചെറുത്, ഇവിടെ നേരത്തെ ഒരു വീടായിരുന്നു. കഴിഞ്ഞ തവണ മട വീണപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന വീടെല്ലാം ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഇവിടെ ഈ മട വീണ സ്ഥലത്താണ് ഈ കെട്ടി വെച്ചിരിക്കുന്നതെല്ലാം. അപ്പോൾ ഇവിടെയായിട്ടായിരുന്നു വീട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ആ പാടത്തിൻ്റെ അവിടെ ഒരു കല്ലിരിക്കുന്നുണ്ടോ, ആ കല്ലിൻ്റെ അവിടെയായിട്ടായിരുന്നു വീടിൻ്റെ മേൽക്കൂരയൊക്കെ ഉണ്ടായതാണെന്ന് പറഞ്ഞു കേട്ടാ, ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചെളിയൊക്കെ കുത്തി ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അവിടെ തെങ്ങും തൈയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. മണ്ണിന് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം നട്ട് സെറ്റാക്കിയിരിക്കുകയാണ്. നട്ടുച്ച നേരത്തെ കുട്ടനാടിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. കണ്ടത്തിലൊക്കെ മൊത്തം നെല്ലൊക്കെ ഏകദേശം നശിച്ച മട്ടാണ്. ബാക്കി കുറച്ച് സ്ഥലത്തൊക്കെ ഉണ്ട്. വന്നപ്പോൾ നല്ല പച്ചപ്പായിരുന്നു. ഇപ്പോൾ ആ പച്ചപ്പൊക്കെ കുറഞ്ഞ് നെല്ലൊക്കെ ഏകദേശം ഒരു വാടിയൊരു ഇതിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ വഴിയൊന്നുമില്ല, വഴിയൊക്കെ ആകെ ശോഭമായി കിടക്കുകയാണ്. നമ്മുടെ ബണ്ടൊക്കെ പൊളിഞ്ഞ് ആകെ അലമ്പായിട്ട് കിടക്കുകയാണ്. എന്താ വലിയൊരു കുഴിയൊക്കെ ഉണ്ട്. ഇവിടെ കൂടിയാണ് നമ്മൾ നടന്നു പോകുന്നത്. കുഴിയൊക്കെ ഡേഞ്ചർ കുഴിയാണ്. എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ കുടയെടുക്കാതെ വന്നത്. ഞാൻ വീട്ടിൽ നിന്ന് കുടയെടുക്കാൻ മറന്നുപോയി. എൻ്റെ കാതിൽ നിന്നൊക്കെ പൊന്നീച്ച പറക്കണം വെയിലടിച്ചിട്ട്. അമ്മാതിരി വെയിൽ. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും വെയിലുണ്ടാവുമെന്ന്. നേരെ നോക്കാൻ കൂടി പറ്റണില്ല, അത്രക്ക് വെയിൽ. കറക്റ്റ് തലയിലൊന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെ പെട്ടുപോയി ഞാൻ. ഇവിടെ കൂടി ഇങ്ങനെ നടന്നിട്ട് വേണം അച്ഛൻ്റെ തറയിലോട്ട് എത്താനായിട്ട്. ഈ സ്ഥലത്തുകൂടിയാണ് അച്ഛൻ രാത്രി ഫുഡ് കഴിക്കാനൊക്കെ വീട്ടിലോട്ട് വരുന്നത്. അല്ല പാമ്പും ചേരെ കിടന്നാൽ പോലും അറിയില്ല, അത്രക്ക് കാട് പിടിച്ച് കിടക്കുകയാണ്. മഴ പെയ്തായിരുന്നു ഈ വഴിയൊന്നും ഒട്ടും പറയണ്ട, ആകെ മോശം അവസ്ഥയായിരിക്കും. പക്ഷേ മോട്ടോർ ഓടിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം മഴ പെയ്യുമ്പോൾ കണ്ടത്തിൽ വെള്ളം നിറയും. കണ്ടത്തിൽ വെള്ളം നിറഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മോട്ടോർ അടിച്ചത് കായലിലേക്ക് കളഞ്ഞില്ലെങ്കിൽ ഇവിടെ വിതച്ചിരിക്കുന്ന നെല്ലെല്ലാം മോശമായി പോകും. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു രീതി. അയ്യോ, വിഷമിച്ച് സീനാണ്. ഏകദേശം ഞാൻ തണലുള്ള ഒരു സ്ഥലത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം തെളിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ചയൊക്കെ ഭയങ്കര ചെളി പിടിച്ച് മലവെള്ളമൊക്കെ ഒഴുകി വന്നിട്ട് മൊത്തം ചെളിയായിരുന്നു. ഇവിടെയൊക്കെ ചെളി നിറമായിരുന്നു വെള്ളത്തിന്. നമ്മൾ മോട്ടർ അടിച്ചാൽ കൂടി ചെളി വെള്ളമാണ് വന്നുകൊണ്ടിരുന്നത്. ഇവിടെ മൊത്തം കൽക്കെട്ടൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ്, ആകെ സീനായിട്ട് കിടക്കുകയാണ്. ഗൈസ്, ഇതാണ് അച്ഛൻ്റെ മോട്ടർ തറ. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്ക് അച്ഛൻ മീൻ എന്താണെങ്കിലും ഉണ്ടാകുന്ന നോക്കാനായിട്ട് വീശാനായിട്ട് പോവുകയാണ്. വലയൊക്കെ എടുത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
വീശിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് മീൻ കിട്ടുമോ ഇല്ലെന്ന് അറിയാം. ഉണ്ടോ? സാധനമില്ലല്ലേ? അപ്പോൾ ഇന്ന് വീശിയിട്ട് ഒന്നും കിട്ടിയില്ല. അത് കാരണം തിരിച്ചു പോകണം. കാരണം മീനൊന്നുമില്ല. അത് കാരണം വീശണ ശ്രമം ഒഴിവാക്കി. അപ്പോൾ ഇവിടെയാണ് മോട്ടോർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പാടത്തു നിന്നുള്ള വെള്ളമെല്ലാം കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ ഇതുവഴിയാണ് വറ്റിച്ച് കായലിലോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് മോട്ടോർ തറ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് മോട്ടോറുടെ പ്രവർത്തനം നടക്കുന്നത്. ഇനി നമുക്ക് മോട്ടറൊക്കെ ഒന്ന് കണ്ടു കളയാം. അധികം പൈസ ചിലവില്ലാതെ നിങ്ങൾക്ക് വരാനാണെങ്കിൽ നേരെ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ വന്നിട്ട് അവിടെ നിന്ന് സർക്കാരിൻ്റെ ബോട്ടുണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിസ്സാര പൈസ കൊടുത്ത് നമുക്ക് കയറി അവിടെ നിന്ന് കോട്ടയം ബോട്ട് കിട്ടും. അപ്പോൾ അതിൽ കയറി ഒന്ന് കറങ്ങിയൊക്കെ വരാനായിട്ട് പറ്റും. അത്യാവശ്യം ഭംഗിയൊക്കെ ആസ്വദിച്ച് നിങ്ങൾക്ക് അതിൽ തന്നെ സഞ്ചരിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് നേരത്തെ അടുത്തൊരു വീഡിയോ കൂടി ആഡ് ചെയ്യാം. അതായത് വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത്, അതായത് ഇവിടെ വെള്ളം കയറിയില്ല, എന്നാലും ഈ കൽക്കെട്ട് വരെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇന്നത്തെയും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പറ്റും. ഇതാണ് 2 ആഴ്ച മുമ്പ് കണ്ടത്തിൽ കാഴ്ചകൾ കാണുന്നത്. വെള്ളം കയറി ആകെ മൊത്തം നെല്ലിൻ്റെ മേളിൽ വെള്ളമുണ്ട്. അത്രയും വെള്ളമുണ്ട്. ഈ കൽക്കെട്ടിൻ്റെ, ഞാൻ നേരത്തെ നടന്ന കൽക്കെട്ടിൻ്റെ ഒപ്പം വെള്ളമുണ്ട്. പിന്നെ ഈ വഴിയെന്ന് വെച്ചാൽ ഇത് ചെളി പിടിച്ച് കിടക്കുകയാണ്. ചെളിയിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങാനും സ്ലിപ്പായ നേരെ വെള്ളത്തിലാണ്. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാതെ തിരിച്ചു പോന്നു. ഈ കാണുന്നതാണ് ഗൈസ് വഴി എന്ന് പറയുന്ന സംഭവം. ഇവിടെ കൂടിയാണ് നമ്മൾ നടന്നു പോകേണ്ടത്. നടക്കാനായിട്ട് ഈ കാട് ഇപ്പോൾ കുഴപ്പമില്ല, നമുക്ക് വിസിബിളാണ്. പക്ഷെ രാത്രി ഇതിൽ കൂടി നടക്കാന്ന് വെച്ചാൽ റിസ്ക്കിയാണ്. കാരണം വല്ല പാമ്പോ വല്ലതും ഒക്കെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ഇവിടെ ചെളി കുത്തിയിട്ടൊക്കെയാണ്. ഇത് മൊത്തം ചെളിഞ്ഞാകെ അവശതയായിരിക്കും. ഇവിടെ കൂടിയൊക്കെയാണ് നടന്നു പോണത്. അതൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ്. എന്നാലും ഇവിടുത്തെ ഒരു ആംബിയൻസ് സൂപ്പറാണ്. നിങ്ങളെല്ലാവരും വന്നിട്ട് ഒന്ന് എൻജോയ് ചെയ്യണം. ചിത്രശലഭങ്ങളൊക്കെ കണ്ടോ നിങ്ങൾ? ചിത്രശലഭങ്ങളൊക്കെ നല്ല പറന്ന് നടക്കുന്നുണ്ട്. ഞങ്ങളുടെ അവിടെയൊക്കെ നേരത്തെ ഒരുപാടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒന്നും കാണാറില്ല. പക്ഷെ ഇവിടെ അത്യാവശ്യം ചിത്രശലഭങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴാണ് ഞാൻ കണ്ടത്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇതിനെ പിടിക്കാനായിട്ട് എന്തോരം പരിശ്രമങ്ങളാണ് നടത്തിയേക്കാം. ചിലതിനെയൊക്കെ കിട്ടും, പക്ഷെ അന്ന് പിടിക്കേണ്ടായിരുന്നെന്ന് ഇപ്പം തോന്നുന്നു. കാരണം അവ പറന്ന് നടക്കേണ്ടവയല്ലേ, അവ പറന്ന് നടക്കട്ടെ. നമ്മളെന്തിനാണ് അതിനെ പിടിച്ച് വെറുതെ കൊല്ലുന്നത്? നമ്മളൊന്ന് തൊട്ടാൽ തന്നെ എൻ്റെ ജീവൻ തീരും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ യാത്ര ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മീനെ കിട്ടുമെന്ന് വെച്ചാണ് തറയിൽ വരെ പോയത്. പക്ഷേ വീശി നോക്കിയപ്പോൾ അവിടെ മീനൊന്നുമില്ല. കാരണം ഞാൻ തിരിച്ചു പോരുവാണ്. അപ്പോൾ ഇനി വരുമ്പോൾ ഒരു ദിവസം പോയി വീശാന്നൊക്കെ ഓർത്ത് അങ്ങനെ ഞാൻ പോരുവാണ്. കാരണം അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, മീനൊന്നും കിട്ടുന്നില്ല. ചില സമയത്ത് നല്ല മീനുണ്ടാകും. എന്തായാലും ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേക്കും മീനൊന്നും അവിടെ ഉണ്ടാവില്ല. എനിക്ക് ഭാഗ്യമില്ല. അല്ലാത്തപ്പോൾ വള്ളത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ നിന്ന് കിട്ടും. ഇപ്രാവശ്യം ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ നേരെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഓക്കെ, ടാറ്റ.